ഹേയ്, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ്. ലോകരക്ഷിതാവായ അള്ളാഹുവിനാണ് സർവസ്തുതിയും. എൻ്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, രാത്രിയുടെ നിശബ്ദതയിലാണ് നമ്മൾക്ക് പല ചിന്തകളും മനസ്സിലേക്ക് ഓടി വരിക. നിങ്ങളുടെ ഹൃദയം എപ്പോഴെങ്കിലും ഇങ്ങനെ ചിന്തിച്ചിട്ടുണ്ടോ? അള്ളാഹു എന്നെ സ്നേഹിക്കുന്നുണ്ടോ? അവൻ എന്നെ കുറിച്ചിട്ട് അറിയാമോ? ഞാൻ ചെയ്യുന്നതൊക്കെ അവൻ കാണുന്നുണ്ടോ എന്ന്. ഇങ്ങനെയുള്ള ചിന്തകൾ നിങ്ങളുടെ ഹൃദയം ജീവനുള്ളതാണ് എന്നതിൻ്റെ അടയാളമാണ്. കാരണം സ്നേഹിക്കുന്നവർ മാത്രമേ തങ്ങളുടെ സ്നേഹം തിരിച്ചു കിട്ടുന്നുണ്ടോ എന്ന് ആകുലതപ്പെടാറുള്ളൂ. അള്ളാഹുവിനെ അവൻ്റെ ദാസന്മാരോടുള്ള സ്നേഹം നമ്മൾ സങ്കല്പിക്കുന്നതിലും അപ്പുറമാണ്. അള്ളാഹു നിങ്ങളെ സ്നേഹിക്കുന്നു എന്നതിൻ്റെ ഒന്നാമത്തെ അടയാളം അവൻ നിങ്ങൾക്ക് ഹിദായത്ത് നൽകുന്നു എന്നതാണ്. ഈ ലോകത്ത് കോടിക്കണക്കിന് ആളുകൾക്കിടയിൽ നിന്ന് ഈ നിമിഷം അള്ളാഹുവിനെ കുറിച്ചുള്ള ഒരു ഓർമ്മപ്പെടുത്തൽ കേൾക്കാൻ നിങ്ങൾക്കിവിടെ ഇരിക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ അതൊരു യാദൃശ്ചികതയല്ല, അത് അള്ളാഹു നിങ്ങളെ തിരഞ്ഞെടുത്തതാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുണ്ട്, അള്ളാഹു ഒരാൾക്ക് നന്മ ഉദ്ദേശിച്ചാൽ അവൻ മതകാര്യങ്ങളിൽ അവഗാഹം നൽകും എന്ന്. രണ്ടാമതായിട്ട്, നിങ്ങൾ പോലും അറിയാതെ അവൻ നിങ്ങളെ പാപങ്ങളിൽ നിന്ന് സംരക്ഷിക്കുന്നു. ചിലപ്പോൾ നിങ്ങളൊരു കാര്യം ചെയ്യാൻ ആഗ്രഹിച്ചിട്ടുണ്ടാകും, പക്ഷേ അവസാന നിമിഷം ആ വാതിൽ അടഞ്ഞു പോയിട്ടുണ്ടാകാം. അന്ന് നിങ്ങൾ വിഷമിച്ചിട്ടുണ്ടാകും. എന്നാൽ പിന്നീട് നിങ്ങൾ ചിന്തിക്കുമ്പോൾ മനസ്സിലാകും അത് നിങ്ങളെ ഒരു വലിയ ആപത്തിൽ നിന്ന് രക്ഷിച്ചുവെന്ന്. ഇത് അള്ളാഹുവിൻ്റെ സ്നേഹമാണ്. മറ്റൊരു പ്രധാന അടയാളം പരീക്ഷണങ്ങളാണ്. ഇത് പലർക്കും അംഗീകരിക്കാൻ പ്രയാസമായിരിക്കും. സമ്പത്ത് നഷ്ടപ്പെടുകയോ പ്രിയപ്പെട്ടവരെ വേർപിരിയുകയോ ചെയ്യുമ്പോൾ നമ്മൾ ചോദിക്കും, എന്തുകൊണ്ട് എനിക്ക് മാത്രം ഇങ്ങനെയെന്ന്. എന്നാൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്, അള്ളാഹു ഒരു ജനതയെ സ്നേഹിച്ചാൽ അവരെ പരീക്ഷിക്കുമെന്ന്. പരീക്ഷണം ശിക്ഷയല്ല, അത് ശുദ്ധീകരണമാണ്. അഴുക്കുകൾ നീക്കി സ്വർണത്തെ മാറ്റിയെടുക്കുന്നത് പോലെ അള്ളാഹു നിങ്ങളെ കൂടുതൽ ഉന്നതനാക്കുകയാണ്. അള്ളാഹു സ്നേഹിക്കുന്നവർക്ക് അവൻ ആരാധനകൾ എളുപ്പമാക്കി കൊടുക്കും. ചിലർക്ക് അള്ളാഹുവിൻ്റെ പേര് ഉച്ചരിക്കാൻ പോലും പ്രയാസമായിരിക്കും. എന്നാൽ നിങ്ങളുടെ ഹൃദയത്തിൽ നിസ്കരിക്കുമ്പോൾ സമാധാനം ലഭിക്കുന്നുണ്ടെങ്കിൽ, ഖുർആൻ കേൾക്കുമ്പോൾ ഒരു ആശ്വാസം നിറയുന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ കഴിവാണെന്ന് കരുതരുത്. അത് അള്ളാഹു നൽകുന്ന സ്നേഹ സമ്മാനമാണ്. നിങ്ങളൊരു തെറ്റ് ചെയ്താൽ നിങ്ങളുടെ ഹൃദയം വേദനിക്കാറുണ്ടോ? എങ്കിലും ഉറപ്പിക്കുക, അള്ളാഹു നിങ്ങളെ സ്നേഹിക്കുന്നു എന്ന്. നിങ്ങളിപ്പോൾ ഒരു തെറ്റ് ചെയ്താൽ നിങ്ങളുടെ ഹൃദയം വേദനിക്കാറുണ്ടോ? എങ്കിലും ഉറപ്പിക്കുക, അള്ളാഹു നിങ്ങളെ സ്നേഹിക്കുന്നുണ്ടോ എന്ന്. ആ കുറ്റബോധം അള്ളാഹു നൽകുന്ന കാരുണ്യമാണ്. നീ മടങ്ങി വരൂ എന്ന് അവൻ നിങ്ങളെ വിളിക്കുകയാണ്. ഒരു മനുഷ്യന് തൻ്റെ നഷ്ടപ്പെട്ട ഒട്ടകത്തെ തിരികെ കിട്ടുമ്പോൾ എത്ര സന്തോഷിക്കുമോ, അതിനേക്കാൾ ഏറെ തൻ്റെ ദാസൻ തന്നിലേക്ക് മടങ്ങി വരുമ്പോൾ അള്ളാഹു സന്തോഷിക്കുന്നുണ്ട്. അവസാനമായിട്ട്, അള്ളാഹു നിങ്ങളെ സ്നേഹിക്കുന്നെങ്കിൽ അവൻ നിങ്ങൾക്ക് ചുറ്റും നല്ല മനുഷ്യരെ നൽകും. നിങ്ങളെ നന്മയിലേക്ക് നയിക്കുന്ന സുഹൃത്തുക്കൾ, നിങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യുന്ന മാതാപിതാക്കൾ, ഒരു നല്ല വാക്ക് പറഞ്ഞു തരുന്ന അപരിചിതർ, ഇവരൊക്കെ അള്ളാഹു നിങ്ങൾക്ക് അയച്ചു തരുന്ന അടയാളങ്ങളാണ്. പ്രിയ സുഹൃത്തുക്കളെ, നിങ്ങളുടെ ഹൃദയം എപ്പോഴും ഭാരമുള്ളതാണെങ്കിലും, നിങ്ങൾ ഒരുപാട് തെറ്റുകൾ ചെയ്തവരാണെങ്കിലും നിരാശപ്പെടരുത്. അള്ളാഹുവിൻ്റെ വാതിൽ നമുക്കായിട്ട് എപ്പോഴും തുറന്നു കിടക്കുകയാണ്. നമ്മൾ ഇപ്പോൾ ശ്വസിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം അള്ളാഹു നമ്മളെ കൈവിട്ടിട്ടില്ല എന്നാണ്. അള്ളാഹുവേ, ഞങ്ങളുടെ ഹൃദയങ്ങളിൽ നീ നിൻ്റെ സ്നേഹം കൊണ്ട് നിറയ്ക്കണമേ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇൻഷാ അല്ലാഹ്, നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കും ഈ വീഡിയോ അയച്ചു കൊടുക്കുക. ഇൻഷാ അല്ലാഹ്, അടുത്ത വീഡിയോയിൽ കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.